അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? മറവി ഒരു രോഗമാണോ? ഇല്ല, വേറൊന്നും കൊണ്ടല്ല. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഗിവ് അവേ അനൗൺസ് ചെയ്തതിന് ശേഷം 2 വട്ടം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ടിലും എൻ്റെ സെക്കൻഡ് ഗിവ് അവേ എന്നാണ് അത് അനൗൺസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അത് വിഷമിക്കേണ്ട, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൺഡേ, അതായത് 15-ാം തീയതിയാണ് നമ്മുടെ സെക്കൻഡ് ഗിവ് അവേയുടെ വിന്നർ ആരാണെന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മറക്കണ്ട, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റും കൂടെ ഇതിൽ വരുന്ന കമൻറ്റ്സ് കൂടെ ഞാൻ മറ്റതിൽ ആഡ് ആക്കുന്നുണ്ട്, ഗിവ് അവേയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച, അതായത് 15-ാം തീയതിയാണ് നമ്മുടെ സെക്കൻഡ് ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്, വിന്നർ ആരെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമതൊരു ഗിവ് അവേ കൂടെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ 16-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയുള്ള വീഡിയോയിൽ എന്താണെന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കരുത്. പിന്നെ ഫസ്റ്റ് ഗിവ് അവേയുടെ വിന്നേഴ്സിനോട് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ അയച്ചു തന്ന 2 പേർക്കും നിങ്ങൾ എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ അഡ്രസ്സിലേക്ക് നാളെ തന്നെ ഞാനത് കൊറിയർ ചെയ്യും. അതിൻ്റെ വീഡിയോയും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് ഡിസൈനാണ്. നമ്മുടെ ജേണലൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തു, വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്തു. വളരെ താങ്ക്സ്, ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയുക, കാരണം നമ്മൾ വളർന്നു വരുന്നൊരു കുഞ്ഞു യൂട്യൂബർ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ, ഇത് ഞാൻ ഭയങ്കര ഡ്രോയിങ് ആണെന്നൊന്നും പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു അറ്റംപ്റ്റാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഇത് മാത്രം, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള ട്യൂഷന് വരുന്ന കുട്ടികളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ യൂട്യൂബിൽ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഇനിയിപ്പോൾ സെക്കൻഡ് ഇയറിലെ ബി എഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബുക്കിലെറ്റ് ബാക്കി ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. കാരണം ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങാൻ പോവല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.